അറഫ നോമ്പ് 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്നതാണ്. ദുൽഹിജ്ജ 9 ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം ഹാജിമാരല്ലാത്തവർ നോമ്പെടുക്കുന്നത് സുന്നത്താണ്. അബൂ ഖതാദ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, അറഫ നോമ്പിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഓരോ കൊല്ലങ്ങളിലെയും ചെറിയ പാപങ്ങളെ അത് മുഖേന പുറത്തു തരുന്നതാണ്. സുന്നത്ത് നോമ്പുകളിൽ ഏറെ പ്രതിഫലമേറിയതാണ് അറഫ നോമ്പ്. ഹജ്ജിനു വേണ്ടി മക്കയിൽ സന്നിഹിതരായവരൊഴികെ എല്ലാവരും അത് അനുഷ്ഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ചു. അബൂ ഖതാദ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറഫ ദിവസത്തെ നോമ്പിനെക്കുറിച്ച് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണത് എന്ന്. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് 2 വർഷങ്ങളിൽ സംഭവിക്കുന്ന ദോഷങ്ങൾ പൊറുക്കപ്പെടുക എന്നത് അതിൻ്റെ മഹത്വം വിളിച്ചറിയിക്കുന്നു. എന്നാൽ വൻ പാപങ്ങൾ ഇതുമൂലം പൊറുക്കപ്പെടുകയില്ല. ചെറിയ പാപങ്ങൾക്ക് മാത്രമേ പരിഹാരമാവുകയുള്ളൂ. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇതിൻ്റെ വിവക്ഷ ചെറിയ പാപങ്ങളാകുന്നു എന്ന് ഷറഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൻ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ പ്രത്യേകമായി പാശ്ചാത്തപിക്കണം. അറഫയിൽ സമ്മേളിച്ചിരിക്കുന്ന ഹാജിമാർ നോമ്പെടുക്കാൻ പാടില്ല. അവിടെ എത്തിയിരിക്കുന്ന ഹാജിമാർ നോമ്പ് നോൽക്കുന്നത് പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ നോമ്പ് അവിടെ വെച്ച് അനുഷ്ഠിച്ചിട്ടില്ല. ഞാൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെയും ഹജ്ജ് ചെയ്തു. അദ്ദേഹവും അറഫ നോമ്പ് അവിടെ വെച്ച് അനുഷ്ഠിച്ചിട്ടില്ല. ഞാൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെയും ഹജ്ജിന് വന്നു. അദ്ദേഹവും അന്ന് നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. ഞാൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെയും ഹജ്ജ് ചെയ്തു. അദ്ദേഹവും നോമ്പ് പിടിച്ചിട്ടില്ല. ഇമാം തുർമദി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഈ അറിവുകൾ എല്ലാവരിലേക്കും അയക്കുക. നാം കാരണം ഒരാൾ ചെയ്താൽ നമുക്കും പ്രതിഫലം ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.